പോലെയാണ്. ഞങ്ങളില്ലേ ഇവിടെ? ഇത് ടെർമൈറ്റ് ബോറർ റെസിസ്റ്റന്റ് ആണോ? ഞങ്ങളില്ലേ ഇവിടെ? പിന്നെ വാട്ടർ റെസിസ്റ്റന്റ്? ഞങ്ങളില്ലേ ഇവിടെ? ഏതെങ്കിലും പച്ച ബോർഡ് HDHMR എന്ന് കരുതി വീട്ടിൽ കൊണ്ടുവന്നാൽ പശ്ചാത്തപിക്കും. കാരണം ആക്ഷൻ കസയുടെ HDHMR ബോർഡ് മാത്രമാണ് വാട്ടർ, ടെർമൈറ്റ് കൂടാതെ ബോറർ റെസിസ്റ്റൻസ്. ഈ ബേപ്പൂർ, അഴീക്കൽ തുടങ്ങിയ ചെറുകിട തുറമുഖ പദ്ധതികൾക്ക് വേണ്ടിയും തുക വകയിരുത്തിയിട്ടുണ്ട്. അതിലൂടെ സംസ്ഥാനത്തിന് ഏത് തരത്തിലുള്ള ഒരു വികസനം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമായിരിക്കും ലക്ഷ്യം വെക്കുന്നത്? അതൊക്കെ സാധാരണ ഈ പിന്നെ കപ്പലുകൾ, ചെറിയ ഇടത്തരം കപ്പലുകൾ വന്നു പോകുന്ന തുറമുഖങ്ങളാണ്. കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആകുമ്പോൾ അവർക്ക് അതിൽ നിന്നുള്ള റിട്ടേൺ കിട്ടും. അതിനുള്ള കുറച്ചുകൂടി കോസ്റ്റൽ ഷിപ്പിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അതുപോലെ ലക്ഷദ്വീപിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും ഷിപ്പുകളും ഷിപ്പിങ്ങുകളും കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് പ്രതീക്ഷ വെക്കുന്നത്. അതൊക്കെ ഈ ചെറിയ ചെറിയ ഷിപ്പൊക്കെ വരുന്നത് ഇപ്പം തന്നെ അവിടെയൊക്കെ കുറച്ച് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ഉണ്ട്. ഈ ബേപ്പൂരൊക്കെ ഇപ്പോൾ കൊല്ലം പോർട്ട് കൊമേഴ്ഷ്യലായിട്ട് ഫുള്ളായിട്ട് തുടങ്ങിയിട്ടില്ല, ഇപ്പം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ തന്നെ ഇപ്പോൾ കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട്. ആകെ ചെലവിനുള്ളത് കിട്ടത്തില്ല, പക്ഷെ ഇപ്പം പോലും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമാനം കിട്ടാൻ പറ്റും, കാരണം നമ്മുടെ ആക്ടിവിറ്റി ഒത്തിരി വർദ്ധിപ്പിക്കാൻ പറ്റുമല്ലോ. താങ്കൾ ഈ ടൈം മാഗസിനിൽ ഈ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട കേരളത്തെ ഊന്നി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്തിയാൽ അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനപ്പുറത്ത് കേരളത്തിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ ഒരു പ്രതീക്ഷ? ഈ ടൂറിസത്തിന്റെ പ്രത്യേകത സർവീസ് സെക്ടറാണ് എന്ന നിലയിൽ ബേസിക് പ്രൊഡക്ഷൻ അല്ല, പക്ഷെ സർവീസും ഈ പ്രൊഡക്ഷന്റെ സ്വഭാവത്തിലേക്കുള്ള ഒരു സർവീസ് എന്ന നിലയിൽ തന്നെ വരുന്നതാണ്. ധാരാളം ആളുകൾ ടൂറിസത്തിന് ഇപ്പം മൂവ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുണ്ട്, പുറത്തുനിന്നുള്ളവരുണ്ട്, കേരളത്തിനകത്തെ തന്നെ ഉണ്ട്, ഇന്ത്യക്കകത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അവർ വരുമ്പം അത്രയും പേർക്ക് ജോലിയും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് റിട്ടേൺ വരുന്ന ഒരു മേഖലയാണ്. നിങ്ങളൊരു ഫാക്ടറി കെട്ടി 5 വർഷം കൊണ്ട് മാർക്കറ്റ് ചെയ്ത് വരുന്നു എന്ന് പറയുന്ന പോലെയല്ല. പണം ഉണ്ടെങ്കിൽ ഹോട്ടൽ 1 വർഷം കൊണ്ട് കെട്ടാമെങ്കിൽ, അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് കെട്ടാൻ ഹോട്ടലായി, ബാക്കി കാര്യങ്ങളായി. അതിനെ പെട്ടെന്ന് തീർക്കാൻ പറ്റും, ആളുകൾ വരും, പെട്ടെന്ന് എക്കണോമിയെ ചലനാത്മകമാക്കും. അതുകൊണ്ടാണ് ആ ഒരു മേഖലയ്ക്ക് ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖലയാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് 100 രൂപ മുടക്കിയാൽ മറ്റൊരു മേഖലയിൽ ഹെവി ഇൻഡസ്ട്രി കിട്ടുന്ന ഒരാളുടെ ജോലിയേക്ക് കിട്ടുന്നതിനേക്കാളും അധികം ജോലി ഇവിടെ കിട്ടും. ഓക്കെ, ഈ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പറഞ്ഞാൽ ഈ വൈദ്യുതി നിരക്കിലും അതോടൊപ്പം തന്നെ മദ്യത്തിന്റെ വിലയിലും വലിയ വർധന എങ്ങനെയായിരിക്കും അതിന്റെ വർധന നിലവിലെ? ഇതിനകത്ത് അങ്ങനെ വലിയ വർധന വരുന്ന റേറ്റുകളൊന്നുമില്ല. മദ്യത്തിന്റെ കാര്യത്തിൽ ഗാലനേജ് എന്ന് പറയുന്നത് ഒരിക്കലും കസ്റ്റമറിൽ പോകുന്നതല്ല, അല്ല കമ്പനിയിൽ നിന്ന് തന്നെ തരേണ്ടതാണ്, ലാഭത്തിൽ നിന്ന് തരേണ്ടതാണ്. മറ്റേത് ഈ പിന്നെ 1963 ഒരു ചാർജ് 1 പൈസ, 1.2 പൈസ 63. ഇതൊക്കെ ഒന്നിലത് എടുത്തു കൊള്ളണം, അല്ലെങ്കിൽ കാലോചിതമായിട്ട് ഇതിന് ചെയ്യണം. ഈ ഒന്നുമേ മേടിക്കാതിരിക്കുമല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതൊന്നും വലിയ വ്യയവർദ്ധന വരുന്ന കാര്യമല്ലല്ലോ. ഓക്കെ, ഈ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളെ കുറിച്ച് വിദേശ സർവകലാശാല സ്ഥാപിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞു. വിദേശ സർവകലാശാലകളുടെ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നു പറഞ്ഞു. അല്ല, അങ്ങനെ വരുമ്പോൾ അത് ഇടത് നയവുമായി യോജിച്ചു പോകുന്നതാണ് എന്ന് താങ്കൾക്ക്? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിനകത്ത് നയവുമായിട്ട് യോജിച്ചു പോകുന്നത് തന്നെയാണ്, മറ്റേതൊക്കെ പരിശോധിക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ ബജറ്റിലെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് നടപ്പിലാക്കുന്നതിൽ കൃത്യമായ ശാസ്ത്രീയമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും അങ്ങോട്ട്? അതിനകത്ത് സാധാരണ ഡിപ്പാർട്ട്മെന്റുകളാണ്, അത് വകുപ്പുകളാണ് ഫോളോ ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ നടക്കുന്നതിന് ഭാഗമായിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സയൻസ് പാർക്ക് കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ് ചെയ്തതാണ്. അതിപ്പം അതിന്റെ റിസൾട്ട് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അല്ല സയൻസ് പാർക്ക്, തീർച്ചയായിട്ടും അല്ല ഡിജിറ്റൽ സയൻസ് പാർക്ക്. എല്ലാം എന്നാൽ ഒരേപോലെ വേഗത്തിൽ നടക്കുന്ന അഭിപ്രായം എനിക്കുമില്ല. ചിലത് നല്ല ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ അതൊക്കെ സ്പീഡിൽ നടത്തേണ്ടതുണ്ട്. ചിലത് പ്രാക്ടിക്കലി പ്ലാനിൽ പറയുന്ന പല കാര്യങ്ങളും എല്ലാം ഒരേപോലെ നടക്കണമെന്നില്ല, പ്രാക്ടിക്കലി പ്രശ്നം വരും. ഓക്കെ, ഈ ഇടുക്കി വയനാട് പാക്കേജുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബജറ്റുകളിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു, ഈ ബജറ്റിലും പ്രഖ്യാപനം ഇടം പിടിക്കുന്നു. അത് കൃത്യമായി നടപ്പിലാക്കുന്നതിൽ എവിടെയാണ് ഈ കാലതാമസം നേരിടുന്നത്? കൃത്യമായി നടപ്പിലാക്കുന്ന ഈ കാലതാമസം ഇല്ല. ഇപ്പോൾ ഇടുക്കി എന്താ ഡെവലപ്മെന്റ്? മെഡിക്കൽ കോളേജ് വന്നു, മറ്റ് സ്ഥാപനങ്ങൾ വന്നു, നല്ല റോഡ് വന്നു, പുതിയ ഓഫീസുകൾ വന്നു, വയനാട് മെഡിക്കൽ കോളേജ് വന്നു, ഇവിടെ 2 നഴ്സിംഗ് കോളേജ് വന്നു. ഇത് വലിയ സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അവിടെ എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇടുക്കിയിലെ ഒരു സെമിനാറിന് അടുത്തിടയ്ക്ക് പോയിരുന്നു. ആ 75 കോടി രൂപ വെച്ച് ഓരോ ജില്ലയ്ക്ക് കൊടുക്കുന്നത് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട് അവിടെ. വലിയ മാറ്റമാണ്. ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പഴയതുപോലാണോ റോഡ്? ആണോ? അല്ല. വയനാട് എങ്ങനെയാണോ? വയനാടാണെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ
ട്രാഫിക് ബ്ലോക്കാണ്, അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടൂറിസ്റ്റുകളും നല്ല റോഡും ഒക്കെയാണ്. ഈ വന്യജീവി ആക്രമണങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം ഈ വടക്കൻ ജില്ലകളിലുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിന് കൂടുതൽ ഊർജിതമായ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുമോ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന തുകയ്ക്ക് അപ്പുറത്തേക്ക്? ഈ തുക നേരത്തെ ഉള്ളതിനേക്കാളും വളരെ അധികമാണ്. ഇപ്പം അടുത്ത കാലം വരെയുള്ളതെല്ലാം കൊടുത്ത് തീർന്നു. അത് എക്സ്ട്രാ പണം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ പിന്നെ ഈ പണം വെച്ചിട്ട് ആ പണത്തിന്റെ പ്രശ്നങ്ങൾ വരേണ്ടതില്ല. കാരണം പഴയ വലിയ ഡോസ് ഉണ്ടായിരുന്നൊക്കെ കുറച്ച് പഴയതൊക്കെ കൊടുത്തു തീർത്തു. ഈ 8-ാം തീയതി കേന്ദ്ര വിരുദ്ധ സമരത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിയിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. പ്രതിപക്ഷത്തിനോട് സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ, ധനമന്ത്രി എന്ന നിലയിൽ അവസാനമായി താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഈ അവസാനമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. സമരത്തിന് തൊട്ടു മുൻപ് ഈ പ്രതിപക്ഷത്തിനോട് ഇന്നും പറഞ്ഞത്, നിങ്ങൾ സമരത്തിനകത്ത് ഇത്തരം ഒരു കാര്യത്തിനകത്ത് കർണാടകത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടെ വരുന്ന സമരമുണ്ട് 7-ാം തീയതി ഇന്ത്യയിലാകെയുണ്ട്. അപ്പം നിങ്ങളും ഇക്കാര്യത്തിനകത്ത് സഹകരിക്കണം. ഞങ്ങളുടെ കൂടെ ഒരു അഭിമാനത്തിന്റെ കാര്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്നിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരൊറ്റയ്ക്ക് ഒരു സമരം നടത്തണം. ഞാനതിനകത്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾ ക്ഷീണിതനാണ് എന്നറിയാം. അവസാനമായി ഒരു ചോദ്യം കൂടി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധനമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ? താങ്കൾ തയ്യാറുണ്ടോ? ഈ പരസ്യ സംവാദത്തിന് ഞങ്ങൾ തയ്യാറായതുകൊണ്ടല്ലയോ ഈ അസംബ്ലിയിലെ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. 12, 13, 14 തീയതികളിൽ പരസ്യ സംവാദം തന്നെയാണല്ലോ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ലോകത്തെ മുഴുവൻ ആളുകളും കാണുന്നില്ലയോ അസംബ്ലിയുടെ ഡിസ്കഷൻ. സഭയ്ക്ക് അപ്പുറത്തേക്ക് എന്തിനാ സഭയ്ക്കകത്ത് തന്നെ ചർച്ച ചെയ്യാമല്ലോ. എത്ര എല്ലാ MLA-മാരും ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. അവിടെ 3 ദിവസം ഡിസ്കഷൻ അല്ലേ ബഡ്ജറ്റ്. അപ്പൊ അതുകൊണ്ട് അത് പ്രതിപക്ഷം തൃപ്തരാകുമെന്നാണോ? അതല്ലെങ്കിൽ പ്രതിപക്ഷം ഇതുകൊണ്ടൊന്നും തൃപ്തരാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് അവിടെയാണ് ഞാൻ പ്രതിപക്ഷം തൃപ്തരാവണമെങ്കിൽ പ്രതിപക്ഷം അല്ലാതാവണം എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം. അല്ല, അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ തൃപ്തരാകുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം. അവിടെയാണ് അദ്ദേഹം സഭയ്ക്ക് പുറത്തെന്തോ ഇതിനകത്ത് അങ്ങനത്തെ കാര്യമുണ്ട്. സഭയ്ക്കകത്ത് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ്? സഭയ്ക്കകത്ത്